നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നാദിർഷ. നമസ്കാരം നാദിർഷ. നമസ്കാരം. അപ്പോൾ നാദിർഷയുടെ കാര്യം, നാദിർഷ ആരാണ് എന്ന് പറയാത്തവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുക്കും. കാരണം വെച്ചാൽ മലയാള സിനിമയിലെ ഇത്രയും ബഹുമുഖ പ്രതിഭയായ മറ്റൊരു മനുഷ്യനില്ല എന്ന് തന്നെ പറയാം. മിമിക്രിയിലാണ് ആരംഭിച്ചെങ്കിലും അതിനുശേഷം സംവിധാനം, സ്ക്രിപ്റ്റ്, പിന്നെ സ്കിറ്റുകൾ, പിന്നെ മ്യൂസിക് കമ്പോസിങ്, പാട്ടെഴുത്ത്, പാട്ട് പാടൽ, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നാദിർഷ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ അത് അമർ അക്ബർ ആൻ്റണി ആയിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മലയാളത്തിലെ വളരെ പ്രശസ്തമായ സംവിധാനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സമ്മതിക്കണം കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ പ്രതിഭ തന്നെയാണ് നാദിർഷ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ നാദിർഷ വിളിച്ചാൽ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ മലയാള സിനിമയിലാണെങ്കിലും സംവിധാനത്തിലായാലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നാദിർഷയെ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുകയാണ്. മാജിക് മഷ്റൂം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം, പിന്നെ നാദിർഷയുടെ കുറേ ജീവിത വിശേഷങ്ങളും വാഹന വിശേഷങ്ങളും എല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാദിർഷ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ പേര് തന്നെ ചോദിക്കാം അല്ലേ, മാജിക് മഷ്റൂം. ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്നത് ലഹരി തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താണ് ഈ സിനിമ നമുക്ക് അങ്ങനെ ഒരു ലഹരി സമ്മാനിക്കും? എന്താണ് അങ്ങനെ പേരിലേക്ക് വരാൻ കാര്യം? ലഹരി സമ്മാനിക്കും, പക്ഷെ അത് ഈ ഉദ്ദേശിക്കുന്ന ലഹരിയല്ല. നമ്മളുടെ ഒരു സിനിമയുടെ എന്ന് പറയുന്ന ഹാസ്യത്തിൻ്റെ ലഹരി, പിന്നെ പ്രണയത്തിൻ്റെ ലഹരി, പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ലഹരി, ഫ്രണ്ട്ഷിപ്പിൻ്റെ ലഹരി, ഇങ്ങനെയൊക്കെ ഇതാണ് ഇതിൻ്റെ. നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന പേര് ആയിട്ടുള്ള ബന്ധം സിനിമയുടെ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ 2 സിനിമകളും അതിനുശേഷം കേച്ചു വീണതാണ്, 3 ഗംഭീരമായ തമാശകൾ നമ്മളിപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അതിനുശേഷം പക്ഷേ ഈശോ വന്നു. ഈശോയിൽ തമാശ ഇത്തിരി കുറഞ്ഞു. മേരാ നാം ഷാജിയും ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ സിനിമകളിൽ അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എവിടെയാണ് നിൽക്കുന്നത് തമാശകളുടെ കാര്യത്തിൽ? ഇതൊരു ജോണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമർ ജോണറാണ്. കാരണം ഞാനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടിയാണ് ഇതിനകത്ത്. അത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞങ്ങളുടെ ഒരു കോംബോ വരുമ്പോൾ കട്ടപ്പനയിലെ ഋതിക് റോഷൻ അത്യാവശ്യം നല്ല ഹ്യൂമറും പിന്നെ ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് ശേഷം അതേ കോംബോ വരുമ്പോൾ എന്താണെങ്കിലും നമ്മൾ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൊടുക്കണം. അപ്പോൾ അതിന് ഈ സിനിമയിലുണ്ട്. ഇപ്പം ഈ നാദിർഷയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അമർ അക്ബർ ആൻ്റണി ശരിക്കും പറഞ്ഞാൽ വളരെ പ്രമുഖരായ നടന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം വന്ന കട്ടപ്പനയിലെ ഋതിക് റോഷന് വലിയ വിപ്ലവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിനെ നായകനാക്കി ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ വിജയമായതിൻ്റെ ഒരു ധൈര്യമാണോ വീണ്ടും വിഷ്ണുവിനെ നായകനാക്കി ഒരു സിനിമയിലേക്ക് വരുന്നത്? അങ്ങനെയല്ല, ഈ സ്ക്രിപ്റ്റിനകത്ത് വിഷ്ണു ആപ്റ്റാണ്. ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇന്ന ആൾ ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു രൂപം കിട്ടും. കഥ പറയുമ്പോൾ തന്നെ മനസ്സിൽ ഇദ്ദേഹം അല്ലാതെ വേറെ ആരെക്കൊണ്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പകരം എക്സ്ട്രാ ഉണ്ടാവും. ചില കഥാപാത്രങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കിട്ടിയില്ലെങ്കിൽ അതില്ല, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മളതിനകത്തേക്ക് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ വരുത്തി ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഈ കഥ വന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്. ആകാശ് ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്ററാണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ വിഷ്ണു ഒരു റൈറ്ററാണ്. ആകാശ് ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്ററുമായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് ഒന്ന് കേട്ട് നോക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അവരിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ വിഷ്ണു ബിബിൻ എന്ന് പറയുന്ന ടീമിൽ അവർക്ക് നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ്. അപ്പം നമ്മൾ അത് അനുസരിച്ചിട്ട് ഈ ആകാശ് ദേവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ് കേൾക്കാം. കേട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി വിഷ്ണു ആപ്റ്റായിട്ടുള്ളൊരു കഥയാണ്. നമ്മളിൽ നിന്ന് ഈ പറയുന്ന കോംബോയിൽ പ്രതീക്ഷിക്കുന്ന സിനിമ അത് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് വർക്കായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞോ? സർട്ടിഫിക്കറ്റ് ക്ലീൻ ചെയ്യുക. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ സിനിമയിലേക്ക് എത്തുന്നു. ഇപ്പം നാദിർഷയുടെ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ്. അതായത് ഏത് സിനിമ നോക്കിയാലും മിമിക്രി കാലത്തുള്ളവരെല്ലാം ഒരു ചെറിയ വേഷത്തിലെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണോ? ഇതിനകത്ത് മിമിക്രിക്കാർ ഒരുപാട് പേര് അങ്ങനെയല്ല, ആക്ടേഴ്സാണ്. നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമുള്ള മിമിക്രിക്കാരാണോ സിനിമക്കാരാണോ എന്ന് നോക്കിയില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ ബജുഭായി പറഞ്ഞ പോലെ എൻ്റെ സിനിമകളിൽ സൗഹൃദങ്ങൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ്. പ്രത്യേകിച്ച് മിമിക്രി എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ മിമിക്രി ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, എന്ന് പറയുന്ന സംഘടന. അപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല മിമിക്രി ബന്ധമുള്ള എൻ്റെ പേരിൽ. പക്ഷെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള മിമിക്രിക്കാരാണ്. ഇപ്പോൾ അരിശേഷവൻ ചേട്ടൻ ഇതിനകത്ത് മിമിക്രിക്കാരാണ്. ജാഫർ ഇടുക്കി നായകനായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ബോബി കുര്യൻ, പിന്നെ സിദ്ധാർത്ഥ ഭരതൻ, പൂജ, മനീഷ,
പിന്നെ നത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ബിനോ, പിന്നെ ഷമീറ മറ്റേ ചൂരല്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം മിമിക്രിക്കാരല്ല. അങ്ങനെ നടന്മാരും അല്ല നടിമാരും ഒന്നും നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ? മിമിക്രി ആണോ? അതെ, ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ അതിന് മിമിക്രിയിൽ നിന്നുള്ള ബേസാണ് മിമിക്രിക്കാരനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അതിന് കറക്റ്റ് സിനിമക്കാരനെ കൊണ്ടുവരണം, അങ്ങനെ അല്ലെങ്കിൽ ഈ മിമിക്രിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരണം, അങ്ങനെയുള്ള വാശി വൈരാഗ്യമൊന്നുമില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് നിങ്ങൾ മിമിക്രിക്കാരുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ. ഇപ്പോൾ പല സിനിമകളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നാദർശ കൈ നിട്ടായിരിക്കും. ഒരു സീൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എഴുതി വെച്ചതായിരിക്കില്ല, കൈ നിട്ടായിരിക്കും. കാരണം അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു സാധനം. അങ്ങനെ തന്നെയാണോ അത്? ഇംപ്രവൈസേഷൻ ഉണ്ട്. അതിപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഇത് അനുസരിച്ചിട്ട് ആ കഥാപാത്രത്തിന് അവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പരിമിതികളുണ്ടാവും. അപ്പം അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തുവേണമെങ്കിലും ചിന്തിക്കാം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ പലരും ഇംപ്രവൈസേഷന് തയ്യാറാകുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന്, അത് അവരുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കഴിവ് അവർ പ്രകടിപ്പിക്കാറുണ്ട് പലപ്പോഴും. അതിന് ഇങ്ങനെ ഒരു ബേസും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹീറോയിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും അവർ പറയും ഞാനിങ്ങനെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ നമ്മൾ സംഭവിക്കും. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ പല മേഖലകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് സംവിധാനമാണോ? പക്ഷേ അതൊരു ഭയങ്കര ഹെക്റ്റിക് പരിപാടിയും കൂടെ അല്ലേ? അങ്ങനെയല്ല, സിനിമ ഡയറക്ഷൻ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിച്ചു അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുക, അതിനകത്ത് പുതിയ മാനങ്ങൾ കണ്ടെത്തുക, പ്രത്യേകിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതാണ്. അതിന് അല്ലാണ്ട് നമ്മൾ പുതിയ മാനം കണ്ടെത്താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാകും വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നന്നാകുക എന്ന് പറയുന്നതല്ലാതെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് ഞാൻ പരീക്ഷണങ്ങൾക്ക് നിന്നിട്ട് കാര്യമില്ല. അത് പരീക്ഷണം ഞാൻ നടത്തിയിട്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്തി വെക്കുകയും അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണം പാളിപ്പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് സേഫായിട്ടുള്ള സോണിൽ സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത്. ഈ എത്തിപ്പെടാൻ ആഗ്രഹിച്ചാന്ന് പറഞ്ഞത് അപ്പോൾ അതായിരുന്നു ഈ സംവിധാനമായിരുന്നു ജീവിതത്തിലെ ഒരു സിനിമയുടെ ആദ്യം ഇങ്ങനെ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. ഞാനിപ്പോൾ നമ്മുടെ ലാൽ ജോസും നമ്മുടെ ദിലീപ് ലാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡയറക്റ്റ് ചെയ്ത വീഡിയോ കാസറ്റുകൾ, KS പ്രസാദ് ഡയറക്റ്റ് ചെയ്ത വീഡിയോ കാസറ്റുകൾ, അപ്പോൾ അതിനകത്തൊക്കെ അഭിനയിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഡയറക്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ചില്ല. അഭിനേതാവാനായിട്ടുള്ള ബുദ്ധിയാണ് എല്ലാവർക്കും, ബേസിക്കലി എല്ലാവർക്കും ഉള്ള പോലെ അഭിനേതാവാനുള്ള ബുദ്ധിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഈ ഓഡിയോ കാസറ്റ് എൻ്റെ ഫുൾ ഡയറക്ഷനും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുകയും അത് വിജയിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയൊരു മേഖല എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് നന്നാകാൻ പറ്റും എന്ന് സുഹൃത്തുക്കളുടെ ഒരു കാര്യം പറയലും നമുക്കതൊരു തോന്നലും ഒക്കെ വരുമ്പോൾ ചെയ്താൽ. പക്ഷേ എങ്കിലും ലാൽ ജോസൊക്കെ വളരെ മുമ്പ് തന്നെ സംവിധായകനായി. നാദർഷ അത്രയും കാലം വീണ്ടും സിനിമയിൽ പല മേഖലകളിൽ നിന്നിട്ടാണ് സംവിധാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഇടയ്ക്ക് അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ചാൻസ് വന്നില്ല, അതോ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ ഒരു സംവിധായകനാകണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ല. നമ്മൾ അങ്ങനെ ഗ്രാജുവലി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പോലെ അഭിനയിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിലേക്ക് ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ലാലു എന്നൊക്കെ പറഞ്ഞാൽ ലാലു ദിലീപൊക്കെ മറ്റേ കമൽ സാറിനോട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് നടക്കുകയായിരുന്നു. ഞാൻ കുറേ കഴിയുമ്പോൾ ഞാൻ നമ്മുടെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിന്നെ റാഫി മെക്കാട്ടിൻ അവരെയൊക്കെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അങ്ങനെ ചെയ്തു. അല്ല, പോയില്ല, പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നില്ല എന്നുള്ളൂ. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ആ സമയത്തൊക്കെ പിന്നെ സ്റ്റേജ് ഷോ ഉണ്ടല്ലോ, ഈ സ്റ്റേജ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ കറങ്ങണം. കാരണം നമുക്കൊരു മാസത്തിൽ ഒരു മിനിമം ആ സമയത്ത് മിമിക്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെയിലി എന്ന് പറയുന്ന പോലെ സ്റ്റേജ് ഷോസ് ഉണ്ടായി. കൊച്ചിൻ സാഗർ, കൊച്ചിൻ ഓസ്കാർ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റേജ് ഷോസ് ഒരു ഡെയിലി ചിലപ്പോൾ 2 ഷോ, അതായത് ഈ അമ്പലം
ഉത്സവം സീസണിലൊക്കെ നാടകക്കാർ നമ്മളും ആണ് ഏറ്റവും കൂടുതൽ ഈ വേദികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 6 മണിക്കൊരു ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഷോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓടി 11-12 മണിക്ക് ഏതെങ്കിലും അമ്പലത്തിലായിരിക്കും ഷോ. അപ്പോൾ അങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അത് വരുമാന മാർഗ്ഗമാണ്. അതിനിടയിൽ ഈ ഡയറക്ഷനോ അസിസ്റ്റന്റ് ഡയറക്ഷനോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമെങ്കിലും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർസ് 3 പേരും അണിനിരന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു? 4 പേരുണ്ടായിരുന്നു, ആസിഫ് അലി ഉൾപ്പെടെ. അയ്യോ ശരിയാണല്ലോ, ആസിഫ് അലി 4 പേരുണ്ട്. അതെ. അപ്പോൾ ആ ഒരു ടെൻഷൻ, ഇത്രയധികം സാങ്കേതികമായിട്ട് ശരിക്കും പറഞ്ഞ സിനിമ പഠിക്കാതെ വന്നിട്ട് ആ ടെൻഷൻ ഉണ്ടായോ? അതിനു മുമ്പ് ചെയ്ത വീഡിയോ കാസറ്റുകളില്ലേ, അതിനകത്തൊക്കെ അഭിനയിച്ചത് എല്ലാം ഈ താരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ രാജശേഷൻ ചേട്ടനാണെങ്കിലും സലിംകുമാർ, ദിലീപ്, അവരൊക്കെ വെച്ചിട്ട് തന്നെ. അപ്പോൾ മണി, ഇങ്ങനെയൊക്കെ കുറേ മലയാള സിനിമയിൽ അപ്പോൾ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെ വെച്ചിട്ട് വീഡിയോ കാസറ്റ് ഒക്കെ ചെയ്ത് ശീലമുള്ളതിൻ്റെ പേരിൽ പിന്നെ പരിചയമില്ലാത്തതെന്ന് പറഞ്ഞാൽ പുതിയ താരങ്ങളാണ്. പക്ഷെ ഒരു അങ്കലാപ്പൊന്നും ഉണ്ടായില്ല, ഈ പറയുന്ന പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറഞ്ഞ പോലെ അറിയാൻ പാടാത്ത കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയും തിരുത്തിയും ഒക്കെ മുന്നോട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളാരും ആവശ്യത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയായിരുന്നു ഈശോ. ഈശോ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മിമിക്രി സാധനങ്ങളൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് എന്നാൽ ഗംഭീരമായിട്ടൊരു ചെയ്തൊരു സിനിമ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴും ഞാനും ശ്യാമും കൂടെ പറയായിരുന്നു, ഗംഭീരമായ സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് OTT ആയിരുന്നു. OTT ആയിരുന്നു. OTT നന്നായിട്ട് തന്നെ പോയോ? OTT നല്ല ബിസിനസ് നടന്നത് ആണല്ലോ. പിന്നെ അത് കോവിഡ് സമയത്ത് നമ്മുടെ അരുൺ നാരായണൻ ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ സുനീഷ് വാർനാടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഏരിയയിൽ നമുക്ക് കോവിഡിൻ്റെ പരിമിതികൾ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ കോവിഡിന് വെറുതെ ഇരിക്കല്ലേ, ഒരു പണിയില്ലാണ്ട് എല്ലാവരും വീട്ടിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ, പിന്നെ അത് മാത്രമല്ല തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, അത് OTT ആണ്. ഡയറക്റ്റ് OTT കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണം. എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ളൊരു സിനിമ, ഒരു പരീക്ഷണം വേണമെങ്കിൽ നടത്തും. നേരത്തെ പറഞ്ഞ പരീക്ഷണം, എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു സിനിമാ പരീക്ഷണം. അത് എൻജോയ് ചെയ്തോ ആ ഒരു സിനിമയുടെ ഷൂട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ? രാത്രിയായിരുന്നു, ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു മുണ്ടക്കയത്ത് ആ സമയത്ത്. പിന്നെ കോവിഡിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അതിൽ അതിൻ്റെ പേരിൽ. ശരിക്കും നാദിഷയ്ക്ക് ഏത് തരം സിനിമകളാണ് ഇഷ്ടം? നാദിഷ കാണുന്നത് ഹ്യൂമർ സിനിമകളാണ്, എന്താണ് കൂടുതൽ അടുപ്പം? ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമ കാണും, എല്ലാ ടൈപ്പ് സിനിമ. കാരണം ഡെയിലി സിനിമ കാണാൻ പോകുന്ന ആളാണ്. രാത്രി നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ, എറണാകുളത്തെ എല്ലാ തിയേറ്ററുകളിലും രാത്രി കയറി ഇറങ്ങി സിനിമ തീർക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും എൻജോയ് ചെയ്യുന്നതും. നമ്മുടെ എന്താ പറയുക, ഹോബി എന്താണെന്ന് വെച്ചാൽ സിനിമ കാണല്. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ആരാ? സംവിധായകൻ എന്ന് പറയില്ല, പല സംവിധായകരും പല കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഹ്യൂമറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് ഏതൊരു മലയാളിക്കും കൊതി തോന്നിയത് പ്രിയദർശൻ സാറ്, സിദ്ദിഖ് ലാൽ, സത്യേട്ടൻ, സത്യാന്തിക്കാട്, അങ്ങനെ റാഫി മക്കാട്ടിന് പിന്നീട് ഇങ്ങനെ പോരുമ്പോൾ ഉള്ള ആ ഒരു ബാച്ച് ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ പിള്ളേരുണ്ട്, അവരും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെയൊക്കെ ഒരു പ്രായത്തിൽ നമ്മളെയൊക്കെ ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു മനസ്സിലൊരു കൊതി തോന്നിയേക്കുന്നത് ഹ്യൂമറിൻ്റെ കാര്യത്തിൽ. അത് അല്ലാത്ത ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ വലിയ വലിയ സിനിമകൾ അത് അന്നും ഇന്നും ഒക്കെ ഒരുപോലെ ചെയ്യുന്ന ജോഷി സാറ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ലാൽ ജോസ്, ലാലുവൊക്കെ ചെയ്യുന്ന സിനിമകൾക്ക് ആണ് ഈ പാട്ടുകൾക്ക് പ്രാധാന്യം. ലാലു പാട്ടിൻ്റെ, ലാലുവിൻ്റെ പടത്തിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പടത്തിലെ പാട്ടുകളും ഒക്കെ ഹിറ്റാക്കണം എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങിയത് അങ്ങനെയുള്ള ആൾക്കാർ പഠിപ്പിച്ചത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരിൽ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഇല്ലേ, പുതിയ പുതിയ ഹ്യൂമർ അല്ലെങ്കിൽ മറ്റേ ടെക്നിക്കൽ കാര്യത്തിൽ അവർ നമ്മുടെ ഗുരുസ്ഥാനത്ത് തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതായത് തലമുറ മാറ്റം സംഭവിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ തലമുറ എങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ടെൻഷനുണ്ടോ? ഈ തമാശകളായാലും ഇവരുടെ എല്ലാവരും വേറൊരു മൈൻഡ് സെറ്റ് അല്ലേ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ? അപ്ഡേഷൻ വേണം. അപ്ഡേഷൻ ഇല്ലെങ്കിൽ അത് നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മളിപ്പോൾ കയറി ചെന്നിട്ട് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.
കാരണം ഇപ്പോഴത്തെ അഭിനയം വ്യത്യാസമുണ്ട്, മേക്കിംഗ് വ്യത്യാസമുണ്ട്, കാഴ്ചപ്പാട് എല്ലാവരുടെയും കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് നമ്മൾ സിനിമ ചെയ്താൽ ഓക്കെ. പിന്നെ ചില സമയത്ത് ജഡ്ജ്മെൻറ്റ് നമുക്ക് എല്ലാ തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും കിട്ടിയെന്ന് വരില്ല, നമ്മളെ ജഡ്ജ്മെൻറ്റും പാടാം. അപ്പോൾ ഞാൻ ഈ വിക്കിപീഡിയ വിശ്വസിക്കാമെങ്കിൽ 10 വയസ്സിൽ ആദ്യമായി ഒരു ഓർക്കസ്ട്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കലാരംഗത്തേക്ക് വന്നതെന്നാണ് കണ്ടത്. അത് ശരിയാണോ? 10 വയസ്സിലാണ്, ശരിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ പൂനമാവ് സാക്സ് ഓർക്കസ്ട്രയിൽ രാജൻ ആൻ്റണിയുടെ അവിടെ പാടി തുടങ്ങിയത്. അപ്പോൾ ഫീമെയിൽ വോയിസ് ആയിരുന്നു ആ സമയത്തൊക്കെ നമുക്ക്. ഫീമെയിൽ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീമെയിൽ വോയിസിൽ പാടുന്നതല്ല, നമ്മുടെ ശബ്ദം അതല്ലേ. ഒരു കൊച്ച് ഒരു 10 വയസ്സുള്ള ഒരു പയ്യൻ്റെ ശബ്ദം എന്ന് പറയുന്നത് അത്ര വലിയ ഗാംഭീര്യമുള്ള ശബ്ദമൊന്നുമില്ല. ഇപ്പോഴും ഗാംഭീര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും അങ്ങനെ ഒരു ശബ്ദത്തിൽ പാടി തുടങ്ങുമ്പോൾ നമുക്ക് പണ്ട് പറഞ്ഞ പോലെ മെയിലും ഫീമെയിലും. അപ്പോൾ ഉമാരണദിവേ എന്ന് പറയുന്ന ഉമ്മയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ അന്ന് പാടിയിരുന്നു. പിന്നെ നമ്മുടെ തോപ്പിലാൻ്റെ ചേട്ടൻ്റെ മോൻ മേരിദാസ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ശബ്ദം ഈ പറഞ്ഞ ആണാണ് പെണ്ണാണ് പാടുന്നത്. ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഡ്യൂറ്റൊക്കെ പാടുമ്പോൾ അത് ആരാ പാടുന്നത്? അപ്പോൾ കലാരംഗത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ വീട്ടിൽ? എൻ്റെ അമ്മമാരൊക്കെ പാടും, പിന്നെ ഉമ്മ പാടുമായിരുന്നു. അത് വെച്ചാൽ പ്രൊഫഷണലായിട്ട്? പ്രൊഫഷണൽ അമ്മമാരിൽ സ്കൂളിലൊക്കെ പാടിയിരുന്നു അമ്മമാർ. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ. അവർ ഇപ്പോൾ വേദികളിലൊക്കെ പാടുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ ഉമ്മക്കൊക്കെ, എൻ്റെ ഉമ്മയൊക്കെ പാടുന്നതിനൊരു പരിമിതി ഉള്ളതല്ലേ. ഉമ്മയൊന്നും അങ്ങനെ പ്രൊഫഷണലായിട്ട് വല്ല കല്യാണത്തിനൊക്കെ ആരെങ്കിലും ബന്ധുക്കളുടെ കല്യാണത്തിനൊക്കെ പാടിയുള്ളൂ. അപ്പോൾ ഈ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ കലാരംഗത്തേക്ക് പോകുന്ന അത്ര താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല വീട്ടുകാർക്ക്. അങ്ങനെ ആയിരുന്നോ അതോ അങ്ങനെ വിട്ടു തന്നോ? എൻ്റെ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പാടാൻ പോകുന്നതൊക്കെ. അത് അവരൊന്നും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ആരും തടസ്സം നിന്നിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഒരു കലാകാരനായി കാണുന്നതിൽ എൻ്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ടായിരുന്നു. ശരി. അപ്പോൾ അതിനുശേഷം മഹാരാജി പഠിച്ചല്ലോ. മഹാരാജി പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചല്ലോ, ദിലീപായിരുന്നു. അല്ല, അങ്ങനെ വിക്കിപീഡിയ തെറ്റാട്ടോ, അതിൽ പറയുന്നുണ്ട്. സെൻറ്റ് പോൾസ് കളമശ്ശേരിയില്ല. ആ സമയത്ത് കലാരംഗത്ത് സജീവമായിരുന്നോ? സെൻറ്റ് പോൾസിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പ്രൊഫഷണൽ മിമിക്രിയിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലല്ലേ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് ഞാൻ മിമിക്രി ഫീൽഡിലേക്ക് വരുന്നത്. രമേശ് കുറുമശ്ശേരി ജോർജും കൂടിയാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോളേജ് മറ്റേ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ അതിനു മുമ്പ് ഒരു 2 മാസം RLB സംഗീത അക്കാദമി പഠിച്ചിട്ടുണ്ട്, മ്യൂസിക് കോളേജിൽ. അവിടുന്ന് അങ്ങനെ ചില എന്താ പറയുക സാങ്കേതിക പ്രശ്നം, രാഷ്ട്രീയം കളിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് TC മേടിച്ച് പോകുന്നു. എന്നിട്ട് സെൻറ്റ് പോൾസ് കോളേജിൽ വന്ന് ചേർന്നു. കോളേജിൽ വന്ന് ചേർന്നിട്ട് പിന്നെ അവിടെ ആ ടൈമിൽ തന്നെയായിരുന്നു മിമിക്രിയിലേക്ക് ഉള്ളത്. അപ്പോൾ ദിലീപ് മഹാരാജസിലായിരുന്നു. അപ്പോൾ അന്നുള്ള പരിചയമാണ് നിങ്ങൾ തമ്മിൽ? അതെ. ഓ ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദിലീപിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും കൂടെ നിന്ന ആളാണ്. ഇപ്പം അങ്ങനെ മറ്റൊരാളെ എനിക്കറിയാവുന്ന ലാൽ ജോസാണ്. എപ്പോഴും ദിലീപ് അത് ചെയ്യില്ല എന്ന് പറയുന്നത് വളരെ ശക്തമായി നിലയുറപ്പിച്ച രണ്ടുപേരാണ്. അപ്പം നിങ്ങൾ അന്നത്തെ കാലത്തെ പരിചയത്തിന് ശേഷം സിനിമ എന്ന് പറയുന്ന ഒരു മോഹത്തിലേക്ക് തന്നെയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് നീങ്ങിയിരുന്നത്? സിനിമ മോഹമില്ലാത്ത ആരുള്ളത്? എല്ലാവർക്കും സിനിമ മോഹമില്ലല്ലേ. അത് അഭിനയിക്കാനാണെങ്കിലും സംവിധാനം ചെയ്യാനാണെങ്കിലും എഴുതാനാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള അട്രാക്ഷനുള്ളൊരു ഫീൽഡാണ്. ആർക്കും കൊതിയുള്ള ഒരു മേഖലയാണ്. പിന്നെ കൊതിയില്ലാന്ന് പറയുന്നെങ്കിലും പലരും പറയും എന്ത് സിനിമ കൊള്ളൂല എന്നൊക്കെ പറയുന്നെങ്കിലും അവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പിടിച്ചു വലിച്ച് ഒരു ഫ്രെയിമിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ആഗ്രഹമുള്ള വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ അത് സിനിമയിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഈ എൻ്റെ അടുത്ത് നമ്മളൊരിക്കൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ദിലീപിനെ ആദ്യമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നത് ഞാനാണെന്ന്. സ്ക്രീനിലല്ല, ദിലീപിന് ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ മഹാരാജസിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് ആ സമയത്ത് മഹാരാജസിൽ ദിലീപിന് പഠിക്കുന്ന സമയത്ത് ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ. ശരി. മിമിക്രിയിൽ ദിലീപ് മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാർക്കിടാൻ വേണ്ടിയിരുന്നു അന്ന്. പക്ഷേ ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പുണ്ട്. എന്നാലും അന്ന് ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മാർക്കിടാൻ പോയിരുന്നു. അവിടെ പോയിരുന്നു മാർക്കറ്റ് സമയത്ത് ഇങ്ങനെ കണ്ടു പരിചയം. അപ്പോൾ അതിനു മുമ്പ് കാണുമായിരുന്നു ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട്. എൻ്റെ അടുത്ത് ചാൻസ് വെച്ചിട്ടുണ്ട് ട്രൂപ്പിൽ. അപ്പോൾ
അന്ന് എത്ര മാർക്ക് കിട്ടുന്ന ഓർമ്മയുണ്ടോ? അതെന്ന് പറയല്ലോ ഫസ്റ്റ് ആയിരുന്നു അറിയാം. ആണോ? ഫസ്റ്റ് ആയിരുന്നു. ദിലീപിനായിരുന്നു. ആ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കാസറ്റുകളും സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതിനുശേഷം ദിലീപ് കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നാദർശ അങ്ങനെ ഒരു വഴിയിലേക്ക് പോകായിരുന്നു ആ സമയത്ത്? എനിക്ക് കാർബറേറ്റർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ, പാപ്പയുടെ ജോലി. എനിക്ക് 16 വയസ്സുള്ള സമയത്താണ് എൻ്റെ പാപ്പ മരിക്കുന്നത്. അപ്പോൾ ആ 18 വയസ്സായപ്പോൾ എനിക്ക് ആ ജോലി കിട്ടി. പിന്നെ ഞാൻ ജോലിക്ക് വേണ്ടേ. അപ്പോൾ പകൽ ജോലിക്ക് പോകും, വൈകുന്നേരം മിമിക്രി എങ്ങനെയായിരുന്നു? രാത്രി സ്റ്റേജ് ഷോസ് ഉള്ള സമയത്ത് ഈ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ 8 മണിക്ക് കയറും, 4 മണിക്ക് ഇറങ്ങും, എന്നിട്ട് പ്രോഗ്രാമിനാവും. പിന്നെ പിറ്റേ ദിവസം രാത്രി അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ തലേ ദിവസം 2 ഷിഫ്റ്റ് ഒരുമിച്ച് നോക്കും, അല്ലെങ്കിൽ ലീവ് പറയും. ആ സമയത്തൊക്കെ നമ്മളുടെ കലാരംഗം, അതായത് ഞാൻ എൻ്റെ വാപ്പ അവിടെ കാർബറേറ്ററിലുണ്ടായിരുന്ന സമയം തൊട്ട് അവിടെ കമ്പനിയിലെ പരിപാടികൾക്കൊക്കെ പാടാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ ആയിട്ട് നമുക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവർക്കെല്ലാം സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ലീവും കാര്യങ്ങളൊക്കെ തരും. ശരി. അപ്പോൾ മിമിക്രിയിൽ തന്നെ അടി ഉറച്ച് നിന്നത് സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് തന്നെയാണോ, അതോ അന്ന് അങ്ങനെ ചെയ്തു പോയിന്നേ ഉള്ളൂ? ഗ്രാജുവലി വന്നതാണ്. നമ്മൾ ആഗ്രഹം ഉണ്ടെന്നല്ലാണ്ട് ഇവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നൊന്നും നമുക്കൊരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ കൊതിയുണ്ട്, പിന്നെ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമുക്കങ്ങനെ ഒരു ഗോഡ് ഫാദർ വിളിച്ച് കൈ പിടിച്ചുകൊണ്ടെന്ന് എത്തിക്കാനായിട്ടൊന്നും ആരും ഉണ്ടായില്ല. നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഓടി ചാടി മരം കയറി അവിടെ ഇവിടെയൊക്കെ. ജോലി രാജിവെച്ച എത്ര കാലം ജോലി ചെയ്തിട്ട് രാജിവെച്ചു? ജോലി രാജിവെച്ചത് അവിടെ നിന്ന് പിരിച്ചു വിടുന്നു തോന്നിയപ്പോഴാണ്. അത് നിർത്തുന്ന അതുകൊണ്ടാണോ? അല്ല, ഇവിടുത്തെ ഇങ്ങനെയുള്ള സ്റ്റേജ് ഷോയുടെ തിരക്ക്, അല്ലാണ്ട് സിനിമ തിരക്ക്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ആയിട്ട് സിനിമയും കിട്ടി. ഇപ്പോൾ മാനത്തെ കൊട്ടാരം, അലഞ്ചേരി തമ്പ്രാക്കൾ പോലത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ ഏറ്റവും അറ്റൻഡൻസ് കുറഞ്ഞ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അവർ പലപ്പോഴും നമ്മളോടുള്ളൊരു കലാകാരൻ എന്നുള്ള പരിഗണന തന്നുകൊണ്ട് പിടിച്ചു നിർത്തി. ആ പിടിച്ചു നിർത്തലിൻ്റെ അങ്ങേയറ്റം വരെ പോയി. അവസാനം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കുന്ന ആൾക്ക് അവർ ഓവർടൈം നിൽക്കുന്ന മറ്റാൾക്ക് ഇരട്ടി വേദനയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് റിസൈൻ ചെയ്തു. അങ്ങനെ ധൈര്യമായിട്ട് തീരുമാനം എടുക്കാവുന്നൊരവസ്ഥ അപ്പോൾ വന്നിരുന്നോ? ജോലി വേണ്ട എന്നൊരു അത് കലാരംഗത്ത് നമ്മളൊരു അത്യാവശ്യം കയറി വന്നില്ലേ. കയറി വന്നപ്പോൾ തിരക്കായി സ്റ്റേജ് ഷോയിൽ, പിന്നെ പലപ്പോഴും ഉള്ള സിനിമയും. അപ്പോൾ പിന്നെ 2 കൽപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചത്. അപ്പോൾ വീട്ടിലെ ഉമ്മയൊക്കെ അനുകൂലമായിരുന്നു റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ? അങ്ങനെ അനുകൂലവും പ്രതികൂലവും ഒന്നുമില്ല, നമ്മൾക്കങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് വിടുമായിരുന്നു. പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അവർക്ക്, എങ്ങനെയെങ്കിലും അത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ഇറങ്ങി ചാടി പുറപ്പെടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനത്തിൽ നീ ജോലി രാജിവെക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നും. ശരി. അപ്പോൾ അതിനുശേഷം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന കാര്യം നാഷ സിനിമ സംവിധാനം ചെയ്തതല്ല, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നതാണ്. ഈ മ്യൂസിക് ഡയറക്ഷനൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലെപ്പോഴും രവീന്ദ്ര മാഷിനൊക്കെ പോലുള്ള വമ്പന്മാർ ചെയ്തൊരു സാധനം, അത്രയ്ക്കൊന്നും സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ കുറേയൊന്നും സംഗീതം പഠിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? 8ാം ക്ലാസ്സിൽ വെച്ച് ഇപ്പോൾ പൈജുഭായി നേരത്തെ പറഞ്ഞ പോലെ മിമിക്രിയിൽ നിന്നല്ല തുടങ്ങുന്നത്. ഗാനമേള വേദികളിൽ നിന്ന് തുടങ്ങി 8ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് കഥകളി സംഗീതം ഹൈദരാലി മാഷിൻ്റെ ശിഷ്യനായിരുന്നു. അത് ഈ ഒരു പദം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വിട്ട് പഠിപ്പിച്ചത്. അതിന് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു കണ്ണൂർ വെച്ചർക്ക് 82-ൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതുക്കെ മിമിക്രിയിലേക്ക് വന്നു. അപ്പോഴും സംഗീതമാണ് അതിൻ്റെ ബേസ് ഉണ്ടായിരുന്നത്. മിമിക്രിയിൽ തന്നെ മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട ഇനങ്ങളിലായിരുന്നു കൂടുതൽ. പിന്നെ പാട്ടുകൾ ആര് പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഗാനമേള പാട്ടുകാരനായതിൻ്റെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പൾസ് അറിഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റേജ് ഷോ പെർഫോമൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പാട്ടുകൾ വളരെ സിമ്പിളായിട്ടുള്ള പാട്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ മഹത്തായിട്ടുള്ള രാഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും ബേസ് ചെയ്തിട്ടില്ല, ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. അപ്പോൾ അത് ചെയ്തു നോക്കിയാൽ സക്സസ് ആയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ മ്യൂസിക് ചെയ്തിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ അതൊരു സാധാ എല്ലാവർക്കും പാടാൻ പറ്റുന്ന കുറേ പാട്ടുകൾ ചെയ്തു. ഇപ്പോൾ ആദ്യം ചെയ്തത് മീനാക്ഷി കല്യാണം എന്ന് പറയുന്നത് മിലൻ ജലീൽ, ഡേവി റാഫേലൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. നമ്മളുടെ ജോസ് തോമസ് സാറിൻ്റെ.
അതിനകത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തരുന്നത് മീനാക്ഷി കല്യാണം. അതിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയൊക്കെയാണ് പാടി. പിന്നെ അതിനുശേഷം ഗാന്ധിയൻ എം എ നിഷാദിൻ്റെ അതിലും മ്യൂസിക് ചെയ്തു, അതിലും ദാസേട്ടൻ പാടി. പിന്നെ മ്യൂസിക് ചെയ്യുന്നതാണ് അമറക്കുളം തോണി. അങ്ങനെ പിന്നെ നമ്മളുടെ സിനിമകളിൽ 1-2 സിനിമകളിൽ മാത്രമേ സ്വന്തം സംഗീതം ചെയ്യായിരുന്നു. മേരാന ഷാജിയിൽ ഞാനല്ല, പിന്നെ ഈ തൊട്ട് മുമ്പുണ്ടായിരുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ നമ്മളുടെ ഹിഷാം അബ്ദുൽ വഹാബാണ്. കാരണം പുതിയ തലമുറയിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഹിഷാമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ മാജിക് മഷ്റൂമിൽ വീണ്ടും നമ്മൾ ഇങ്ങനത്തെ പാട്ട് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇങ്ങനത്തെ പാട്ടല്ല, ഈ പാട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ മനസ്സിലൊരു ട്യൂൺ ഉണ്ടാവും, സിറ്റുവേഷനായിട്ട് ആപ്റ്റായിട്ടുള്ള. അപ്പോൾ ആ ട്യൂൺ അതിൽ ഇളയ മകൾ പാടുകയും ചെയ്തു, ഖദീജ പാടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സമുദായത്തിൽ ഒരാളായ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ പാട്ടെഴുതി വെട്ടം. അതെങ്ങനെയാണ് അതിലേക്ക് വന്നത്? അങ്ങനെ പ്രിയൻ സാറിൻ്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ചു മേടിച്ചതാണ്. ഞാൻ പാട്ട് എഴുതാനല്ല കേട്ടോ, പാട്ട് പാടാനൊരു ചാൻസ് തരുമെന്ന് ചോദിച്ചു. കാരണം ഗാനങ്ങളൊക്കെ നമുക്ക് ഇത്ര കാശ് കൂടുതൽ മേടിക്കാമല്ലോ സിനിമ പാടുന്നത്. അപ്പോൾ അത് കാരണം ഒരു സിനിമ പിന്നണി ഗായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിനകത്ത് നിനക്ക് പാടാനുള്ള അവസരമൊന്നുമില്ല, പാട്ട് എഴുതുമെന്ന് ചോദിച്ചു. എന്തും ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. വാ വന്നിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ പാട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞ് അന്നാണ് മക്കസായി എഴുതിയത്. മക്കസായി അത് ദൈവാനുഗ്രഹിച്ചിട്ടത് കൊളത്തി. പിന്നെ റാഫി മെക്കാട്ടിൻ്റെ പടത്തിൽ പഞ്ചായത്തിൽ ഹുങ്ക് വീഴ്ത്ത വിളർ, അത് പാണ്ടിപ്പടയിൽ അതും ചെയ്തു. പിന്നെ ഏതാണ് ദിലീപിൻ്റെ തന്നെ കണ്ടാൽ ഞാനൊരു സുന്ദരന, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ബഹുമുഖ പ്രതിഭയായ നാദർഷയുടെ പല കാര്യങ്ങളും നമ്മൾ കേട്ടെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. അത് വാഹനങ്ങളാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും കാണുമ്പോൾ വാഹനങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, പലപ്പോഴും എൻ്റെ അടുത്ത് ഉപദേശങ്ങളൊക്കെ തേടാറുണ്ട്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യം നാശ കാണുമ്പോൾ തന്നെ ഒരു BMW കയ്യിലുണ്ട് അല്ലേ? അല്ല, അന്ന് വോൾവോ ഇല്ല. ആദ്യം തുടങ്ങിയ മാരുതി 800. 800 അതേത് കാലത്താ? സ്വന്തം പൈസക്ക് വാങ്ങിച്ച വണ്ടി ഏതാ? എല്ലാം സ്വന്തം പൈസ കാണാം, വല്ലവരും കാശിന് മേടിക്കാൻ പറ്റില്ല. കുടുംബത്തിലെ കാശാ ചോദിച്ചത്? ഇല്ല. ഇത് നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിച്ചത് സൈക്കിളിൽ നിന്ന് പിന്നെ ബൈക്കിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആദ്യം മേടിച്ചത്. നമ്മുടെ മാരുതി 800 7477 KL7J 7477. അതൊക്കെ മിമിക്രിയിലെ കാശാണോ? പിന്നെ പാരഡി മിമിക്രി ഒക്കെ ചെയ്തത്, അതല്ലാണ്ട് വേറെ അവിടെ നിന്ന് പൈസ. പാരഡി കാസറ്റുകളിൽ നല്ല പൈസ അന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അല്ല, ശരിക്ക് ഇപ്പോൾ സിനിമ ചെയ്യുമ്പോലെ ആയിരുന്നു അന്ന് പാരഡി കാസറ്റ് ഓഡിയോ കാസറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വെച്ചിട്ട് ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കുന്നതാണ്. നമ്മളൊക്കെ അന്ന് കാത്തിരിക്കുമായിരുന്നു, ഇതേ മാവേലി കൊമ്പത്തൊക്കെ വരുന്നു കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഈ സ്ഥിര വരുമാനം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ലോൺ തരുമല്ലോ. പിന്നെ നമുക്ക് നേരിട്ട് ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം ആ ധൈര്യത്തിൽ. അപ്പോൾ എന്നിട്ട് മാരുതി കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് പോയത്? മാരുതി കഴിഞ്ഞിട്ട് സിയന്ന വാങ്ങിച്ചു. അതാണ് പുതിയ വണ്ടി ഫസ്റ്റ് വാങ്ങിക്കുന്നത്. ബാക്കിയൊക്കെ സെക്കൻഡ് ഹാൻഡിൽ ഉള്ള. ആ സമയങ്ങളിൽ ഞാൻ ബൈജുബായുടെ അടുത്തല്ല ചോദിക്കണേ ഏത് വണ്ടി വാങ്ങിച്ചാലും നല്ല. പിന്നെ നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വണ്ടികളൊക്കെ തന്നെയുള്ളൂ. അത് നമ്മൾ വലിയ ബാധ്യത വരുത്തി വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രീമിയം വണ്ടിയിലേക്ക് എത്തിയ വോൾവോ V40. വോൾവോ ഒക്കെ പുതിയത് എടുത്താൽ വോൾവോ V40. അതാണ് ഞാൻ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെന്റിൽ കുറേ കാലം താമസിച്ചു. അന്ന് വോൾവോ ഉണ്ടായിരുന്നു. അതിനുശേഷം BMW വന്നു അല്ലേ? അല്ലേ? BMW ഇപ്പം ഇത് മമ്മൂക്കയുടെ നമ്പരും ആയിട്ട് സാമ്യമുണ്ടല്ലോ. മമ്മൂക്കയുടെ നമ്പറായിട്ട് ഇത് 369 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന മമ്മൂക്കയുടെ നമ്പർ. തീർച്ചയായിട്ടും നമ്മളും അതിന് ഇഷ്ടമുള്ള ആളാണ്. കാരണം മമ്മൂക്കയാണ് ഈ 369 ഇത്രയും ഒരു പോപ്പുലാരിറ്റി മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കി തന്നാണ്. അപ്പോൾ ആ വണ്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു പുതിയ വണ്ടി വാങ്ങിച്ച സമയത്ത് 369 നമ്പർ ആ സീരീസിൽ വന്നപ്പോൾ ഉണ്ട്. പിന്നെ ലേലം ഉണ്ടായിരുന്നു. മമ്മൂക്ക ഇല്ലായിരുന്നു ലേലത്തിൽ എന്നുള്ളതുകൊണ്ട് മമ്മൂക്ക ഉണ്ടെങ്കിൽ ലേലം വിളിക്കാനൊന്നും നമ്മൾ ആ ഏരിയയിലേക്ക്
പോകില്ല. ഏതായാലും ആ സമയത്ത് നമുക്ക് വണ്ടി ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്, മറ്റേ ഈ നമ്പറിൻ്റെ ആവശ്യം നമുക്കൊക്കെ വന്നില്ല. അപ്പോൾ ഞാൻ KL7 പ്രത്യേകിച്ച് എറണാകുളം രജിസ്ട്രേഷനല്ല, അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ചാടി കയറി എടുത്ത്. അപ്പോൾ ഇപ്പം വണ്ടിയിൽ പോകുമ്പോൾ പലരും ഇത് മമ്മൂക്കയുടെ വണ്ടിയാണെന്ന് മമ്മൂക്കയുടെ വണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് പുറകെ വരാറുണ്ട്. അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മളിപ്പം SUV-യിൽ നിന്ന് നേരെ ഒരു ചാട്ടം ചാടിയത് ഒരു സെഡാനിലേക്ക്, ലെക്സസിലേക്ക്. എന്തായിരുന്നു അതിൻ്റെ ഒരു മാറ്റത്തിന് കാരണം? ലെക്സസ് സെഡാനിന് രണ്ട് കാര്യം, ഇത് ഹൈബ്രിഡ് അല്ലേ, അപ്പോൾ വണ്ടിയുടെ ഒരു ക്വാളിറ്റി അഭിപ്രായം ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിന് യാത്രാസുഖം എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മളിപ്പോൾ ഈ കേരളത്തിലൊക്കെ റോഡുകളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം ഒരു SUV അല്ലേ കൂടുതൽ നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചു പോകുന്നത്? രണ്ട് തരത്തിലാണ് ഫീൽ ചെയ്തിട്ട്. കാരണം ഇതിന് നമുക്ക് കുറച്ചും കൂടി പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ മാത്രം ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ വലിയ വണ്ടിയായിട്ട് പോകും. സാധാരണ ഇവിടുത്തെ പാരലൽ ഇതായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള റോഡുകളിൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തേക്കുന്ന എല്ലാ വണ്ടിയും. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരുപാട് ദൂരമൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് ലഗേജും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഒന്ന് നീണ്ടു നിവർന്നിരിക്കാനൊക്കെ ആയിട്ട് SUV-യിൽ പോകാം. അല്ലാതെ ഇവിടെ തൊട്ട് അടുത്ത പ്രദേശങ്ങളിൽ ഒരു 10, 50, 100 അല്ലെങ്കിൽ കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ. ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ആദ്യം കാണുന്ന കാലം തൊട്ടേ കയ്യിലുള്ള പോളോ 5670 അതിപ്പോഴും മുകളിൽ കിടക്കുന്നുണ്ട്. പോളോയുടെ അത്ര ഇഷ്ടമായിട്ടാണ്. കാരണം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂത്ത മോളായിരുന്നു, ആയിഷയായിരുന്നു. അവൾ കല്യാണം കഴിച്ചു പോയി. പക്ഷെ എന്നിട്ടും അത് വിൽക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ഇവിടെ എറണാകുളം സിറ്റിയിൽ ഉള്ള ഡ്രൈവിങ്ങിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒരു ചെറിയ വണ്ടി വേണം എന്താണെങ്കിലും. കുത്തിക്കയറ്റി പോകണമെങ്കിൽ, അല്ലാണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില സ്റ്റുഡിയോകളിലൊക്കെ പോകുമ്പോഴേ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ കയറുന്ന വഴികളൊക്കെ എറണാകുളം സിറ്റിയല്ലേ, സിറ്റിയുടെ അകത്ത് എല്ലാം ഭയങ്കര വീതിയുള്ള വഴി കൂടി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി ഉൾസൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ചില സ്റ്റുഡിയോയുടെ ഒക്കെ മുറ്റത്ത് കൊണ്ടിടാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു പോകേണ്ടി വരും. ചെറിയ വണ്ടിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അതിനുവേണ്ടി നിലനിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെൻസ് GLA കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇളയ ആൾക്ക് വേണ്ടി. അവൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടാണ് GLA വാങ്ങിച്ചത്. ഇഷ്ടപ്പെട്ടു? പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഏതെങ്കിലും പുതിയ വണ്ടികൾ, ഇപ്പം പുതിയ ഇലക്ട്രിക് കാറുകളൊക്കെ വന്ന സ്ഥിതിക്ക് അത് വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് കാറുകൾ? ഇലക്ട്രിക് കാറിലേക്ക് പോയിട്ടില്ല. ഓടിച്ചിട്ടേ ഇല്ല? ഇല്ല ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഹൈബ്രിഡിൽ വരുമ്പോൾ പകുതി ഇലക്ട്രിക്കാണ്, പകുതി ഇലക്ട്രിക്കാണ്. അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. ഇത് സൈലൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് അറിയാത്ത അത്രയും സൈലൻ്റ് അല്ല. ഇലക്ട്രിക് കാറുകൾ നല്ലതാണെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, അഭിപ്രായം ഉണ്ടല്ലോ? അല്ല, ഞാനൊരു കോമറ്റ് ഇപ്പം സിറ്റിയിൽ ഈ പറഞ്ഞ നമ്മുടെ പോളോയുടെ കാര്യം പറഞ്ഞാൽ എവിടെയും കയറ്റാവുന്നതുകൊണ്ട് ഒരു കോമറ്റ് 10-20,000 കിലോമീറ്റർ ഭയങ്കര ഹാപ്പിയാണ്, നല്ല സന്തോഷം. ഇപ്പോൾ പുതിയ വീട് വെച്ചോണ്ടിരിക്കുകയല്ലേ, അവിടെ സോളാർ വയ്ക്കുന്നില്ലേ? സോളാർ വയ്ക്കും, പുതിയൊരു വീട് വെച്ചോണ്ടിരിക്കണം. അപ്പോൾ സോളാർ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രിക് കാർ കൂടെ വാങ്ങിക്കാം. അപ്പോൾ സൗജന്യമായി സൂര്യഭഗവാന്റെ സഹായത്തിൽ ഓടിച്ചു പോകാം, ഒരു പൈസ പോലും ചിലവില്ലാതെ. അത് തീർച്ചയായിട്ടും നല്ല സംഭവമാണ്. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ? പുതിയൊരു വിശേഷമുള്ളത് മോൾക്ക് കുഞ്ഞുണ്ടായെന്നുള്ളതാണ് അല്ലേ? കാത്തിരുന്ന് അല്ലേ? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വേഗം ഒരു കുഞ്ഞേത്ത എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ വാങ്ങിച്ചെടുത്തതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഉറക്കമൊന്നും ഇല്ലായിരിക്കുമല്ലോ രാത്രിയിൽ? കുഞ്ഞ് കരച്ചിലും എടുത്ത അതൊക്കെ എൻജോയ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളുടെ മക്കളെ വളർത്തി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യ സ്വപ്നങ്ങളിലൊന്നല്ലേ അടുത്ത തലമുറ. അപ്പോൾ എനിക്ക് തോന്നുന്നു മക്കളെക്കാൾ കൂടുതൽ മക്കളുടെ മക്കളോട് ഭയങ്കര സ്നേഹം. അത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള. എൻ്റെ ഉമ്മയുടെ പാപ്പയും ഉമ്മയായിരുന്നു എന്നെ വളർത്തിയത്. ആ വീട്ടിൽ നിന്ന് ഞാൻ വളർന്നത്. അവർക്ക് എന്നോടുണ്ടായിരുന്നൊരു വാത്സല്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഈ മോളുടെ കുഞ്ഞിൻ്റെ അടുത്തുള്ളൊരു സ്നേഹം. അതെ, സന്തോഷമായിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് അത് എത്തിയിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ ജീവിതം നോക്കുമ്പോൾ സ്വപ്ന സാക്ഷാത്കാരം സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂണ മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വെച്ചാൽ ബാപ്പയുടെ മോനെയാണ്. സൈക്കിളിന് മാത്രം സഞ്ചരിച്ചിരുന്ന ബാപ്പ. അവിടെ നിന്ന് കിടക്കുന്ന വണ്ടിയൊക്കെ
എത്തിച്ചില്ലേ. അതെ. പിന്നെ ധൈര്യമായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കലാരംഗത്തൊരു വളർച്ചയുടെ അല്ലെങ്കിൽ പ്രേക്ഷകർ തന്നൊരു പിന്തുണയാണ്. അല്ലാണ്ട് നമ്മൾ എത്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവരുടെ ഒരു അംഗീകാരം കൂടി വേണം. അങ്ങനെ പ്രേക്ഷകരും സർവശക്തനും എല്ലാവരും കനിയുന്ന ആ കനിവിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ മാജിക് മഷ്റൂമിൻ്റെ കാര്യത്തിലും പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും സ്നേഹവും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഞാനും കാത്തിരിക്കുകയാണ്. ആദ്യത്തെ 2 സിനിമകളും അതുപോലെ എൻജോയ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആയതാണ്ട് ആ രീതിയിലേക്കാണ് ഈ സിനിമയും വരുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും മാജിക് മഷ്റൂമിന് നേരുന്നു. താങ്ക് യു. പ്രേക്ഷകരെ ലഹരി പിടിപ്പിക്കേണ്ട സിനിമ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.